നമീർ എന്നാണ്. സ്ഥലം കുറ്റ്യാടി തൊട്ടിൽപ്പാലാണ്, കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി തൊട്ടിൽപ്പാലം. അപ്പൊ എനിക്ക് തോന്നുന്നത് പല ജില്ലയിൽ നിന്നും ഈ ഒരു മീറ്റിംഗിലേക്ക് പല ആളുകളും കയറിയിട്ടുണ്ടാവും. അല്ല, എക്സ്പെഷ്യലി കോഴിക്കോട് ജില്ലയിലായിരിക്കും കൂടുതലെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇവിടെ MDIT ഉള്ളേരി MDIT എന്ന് പറയുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് എന്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് നാട്ടില് ആരെങ്കിലും എന്റെ ഫ്രണ്ട്സിലോ അല്ല എന്റെ ഫാമിലിയിലോ ആരെങ്കിലും ഡയറക്ട് സെല്ലിങ് ചെയ്യുന്നുണ്ട് അവരെ നിർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 3ഓളം സുഹൃത്തുക്കളെ ഇതുപോലുള്ള ബിസിനസ്സുകൾ നിർത്തിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഇതിനു മുമ്പേ ഈ ഒരു മേഖലയായിട്ടുള്ളൂ. അങ്ങനെ 4മതൊരു സുഹൃത്തിനെ നിർത്തിക്കാൻ വേണ്ടി പോയതാണ് സത്യത്തില് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ പെട്ടുപോയിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ചെറിയൊരു ടൈമിനെ കൊണ്ട് ഞാൻ പറഞ്ഞ് അതുപോലെ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അപ്പോ ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടാണ് സത്യത്തിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരുത്തനെ നിർത്തിക്കാൻ പോയതാണ്. അപ്പോ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഷാഫി എന്നാണ് മൂപ്പരുടെ പേര്. കണ്ണൂർ ജില്ലയിൽ കല്ലിക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. അപ്പോ പുള്ളിക്കാരൻ ഒരു ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ട്, പുള്ളിക്കാരനെ ഞാൻ പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഷൽ ആർട്സ് ആയിട്ടുള്ള ഒരു ബന്ധമാണ്. ഞാൻ സ്റ്റേറ്റിൽ കോഴിക്കോട് ജില്ലയിൽ പ്രതിനിധീകരിച്ചിട്ട് പോയ സമയത്ത് മൂപ്പര് കണ്ണൂർ ജില്ലക്ക് വേണ്ടിയിട്ട് ഊഷു എന്ന് പറയുന്ന മാർഷൽ ആർട്സിന് പുള്ളിക്കാരൻ കണ്ണൂർ ജില്ലക്ക് വേണ്ടി ഇറങ്ങി, ഞാൻ കോഴിക്കോട് ജില്ലക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെയുള്ള ഒരു പരിചയമാണ്. അങ്ങനെ ഉണ്ട്. ഒരു ദിവസം പുള്ളിക്കാരൻ ഒരു സ്റ്റാറ്റസ് എടുക്ക്, കുറെ കോട്ട് സ്യൂട്ട് ഇട്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി പോകുന്ന സ്റ്റാറ്റസ് ആണ്. കുറെ ആളുകൾ ഇങ്ങനെ ഇരുന്ന് കൈ അടിക്കുന്നതായി. എന്നിട്ട് അപ്പോ തന്നെ എനിക്ക് സംഗതി മനസ്സിലായി, ഇത് മറ്റേ ആളെ ചേർക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇതുപോലുള്ള കുറെ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പം തന്നെ ഞാൻ ഷാഫിനെ വിളിച്ചിട്ട് ഷാഫിനോട് ഞാൻ പറഞ്ഞു, ഷാഫി ഈ പരിപാടി ഒന്നും ചെയ്യരുത്, വെറുതെ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ എന്തിനാ നടക്കുന്നത്, പിന്നെ ഇതെല്ലാം ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയാണ്, ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് അതൊന്നല്ല, ഇത് നല്ല പ്രൊഡക്റ്റ്, അങ്ങനെ ഇങ്ങനെ നല്ല ഇങ്ങോട്ടേക്ക് പറഞ്ഞു. കാരണം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കമ്പനികളുടെ പ്ലാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് തട്ടിപ്പ് കമ്പനികളുടെ പ്ലാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ലെവലിലേക്ക് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനു മുമ്പേ കേട്ട കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ടീഷർട്ടിന് 3000 രൂപയുള്ള കമ്പനി, അതുപോലെ തന്നെ ബെഡ്ഷീറ്റിന് 7000 രൂപയുള്ള കമ്പനിയും ഒക്കെ ആയിരുന്നു ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ കേട്ട കമ്പനി. അപ്പോ എന്തുകൊണ്ട് ഞാൻ ഡയറക്ട് സെല്ലിങ്ങിൽ നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, അതും ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഒരു പരിധി കൂടുതൽ വലിയ പ്രൈസിന് വിൽക്കുന്ന കമ്പനികളായിരുന്നു ഞാൻ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എന്താ പറയാ, എന്നോട് വന്നിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ബിസിനസ് പറയും, ഓരോരോ കമ്പനിയുടെ പ്ലാൻ പറയും. പ്ലാൻ പറയുന്ന സമയത്ത് എന്നോട് പറയുന്നത് നമീർ ഇഞ്ഞൊരു 25,000 രൂപ അല്ലെങ്കിൽ 22,000 രൂപ ഇടുക, എന്നിട്ട് ഇനി പോയിട്ട് 2 ആൾക്കാരെ കൊണ്ട് ഇടിയിപ്പിക്കുക, അപ്പൊ എനിക്ക് കുറെ പൈസ കിട്ടുന്നതാണ്. അല്ലാണ്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊന്നും ആരും പറയാറില്ല. അപ്പൊ ഞാൻ അന്നേരം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് 22,000 രൂപ എടുത്തിട്ട് ഈ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ടീഷർട്ടൊന്നും മേടിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഞാൻ നാളെ എന്റെ ഫ്രണ്ട്സിനെ, എന്റെ ഫാമിലിയിലുള്ള ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആരെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടം. അന്നേരം പറയൂ ഉണ്ടയോ, എനക്കെന്തായാലും എന്റെ ഉപ്പാനെ പറയിപ്പിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കൂല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം എന്താ, ഇവര് എന്റെ ഫ്രണ്ട്സിലുള്ള ഫാമിലിയിലുള്ള ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഈ ബിസിനസ് അല്ലേ പറഞ്ഞത്, ഡയറക്ട് സെല്ലിങ് മറ്റൊരുപാട് തട്ടിപ്പ് കമ്പനി ഉണ്ട്, അവർ അതിനെ കുറിച്ചിട്ട് പറയാണ്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് ആ ബിസിനസ്സിൽ എന്താ പറയുക 10-20 ഉറുപ്പ്യക്ക് സാധനം എടുത്തിട്ട്, അല്ലെങ്കിൽ 22,000 ഉറുപ്പ്യക്കോ സാധനം എടുത്തിട്ട് അവര് ഈ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പോൾ എനിക്ക് നഷ്ടമല്ലേ. കാരണം 22,000 ഉറുപ്പ്യ അല്ല, 7,000 ഉറുപ്പ്യന്റെ ഒന്നും ബെഡ്ഷീറ്റിൽ നമ്മളാരും കിടന്ന് ഉറങ്ങൂലല്ലോ. അപ്പൊ എന്താ പറയാ, നമീർ പറ്റിച്ചു പോയി എന്ന് പറയൂല, മറിച്ച് പോക്കറിന് പോകുമ്പോൾ പറ്റിച്ചു പോയി എന്ന് പറയാം. അപ്പൊ എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാത്തത്. അപ്പോ അത് മാത്രമല്ല, ആൾക്കാർ തീർന്നു പോലെ, ആളുകളെ ചേർത്തിട്ട് ആൾക്കാർ തീർന്നു പോലെ, പിന്നെ പൈസ ഇത്രയും വരുമാനം എങ്ങനെയാ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ കണ്ണൂർ ജില്ലയിലെ എന്റെ ഫ്രണ്ടാണ് ഷാഫി എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ എന്നെ ഒരു പ്രോഗ്രാമിനായിരുന്നു എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ ഇത് നിർത്തിക്കാൻ വന്നാൽ ഞാൻ കൊല്ലാന്ന് വെച്ചാൽ പ്രോഗ്രാമിന് ഞാൻ കയറൂല, എന്താ പറയാ, പ്രോഗ്രാമിന് ഇങ്ങനെ കയറിക്കോ, പകരം ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ കുറെ നെഗറ്റീവ് ഓവറോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ് അതൊന്നല്ല, ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, ഇനിയിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എനിക്കിതെല്ലാം ക്ലിയർ ആക്കി തരും ഈ ഒരു പ്രോഗ്രാമിന് കയറിയിട്ടുണ്ടെങ്കിൽ. ഈ പ്രോഗ്രാമിന് കയറിയിട്ട് എനിക്കിതൊന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമീർ, എനിക്കിത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായിക്കോ ഈ ബിസിനസ് ചെയ്യണ്ട. മാത്രമല്ല ഏകദേശം 10-400 ആൾക്കാർ പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമാണിത്, എനിക്ക് ആ 400 ആൾക്കാരോട് നെഗറ്റീവ് പറയാം. അപ്പോ എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 400 ആൾക്കാരെ നിർത്തിക്കാന്നുള്ളതാണ്. അങ്ങനെ 400 ആൾക്കാരെ നിർത്തിക്കാന്നുള്ളൊരു എന്താ പറയാ ആവേശത്തിലാണ് ഞാൻ ഒരു പ്രോഗ്രാം സെന്ററിലേക്ക് കയറിപ്പോയത്. പക്ഷെങ്കിൽ തിരിച്ചു വന്നത് ഈ ബിസിനസ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തോടെ ആയിരുന്നു. കാരണം ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരു ലീഡർ, അതായത് വയനാട് സ്വദേശിയായിട്ടുള്ള ഒരു ലീഡർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം. അതായത് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലീഡർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളിക്കാരൻ സാധാരണ ഒരു കാർഷിക മേഖലയിലായിരുന്നു
ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ജോലിയല്ല മേഖലയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരനെ സ്വന്തമായിട്ടൊരു അതായത് തേയിലേന്റെ ഒരു പ്ലാന്റേഷന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ്സിൽ വന്നത്. ആ സമയത്തല്ല, പ്ലാന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മേഖല, അതായത് കാർഷിക മേഖല വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോയി. ആ സമയത്ത് മൂപ്പർ ഒരു 1000 രൂപ വരുമാനത്തിന് വേണ്ടിയിട്ട് പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവസാനമായിട്ട് വർക്ക് ചെയ്ത മേഖല എന്ന് പറയുന്നത് ടാക്സി മേഖലയാണ്. അതായത് സാധാരണ വയനാട് മാനന്തവാടിയിൽ ടാക്സി ഓടിച്ച് നടന്ന വ്യക്തിയാണ്. ഒരു 1000 രൂപ വരുമാനത്തിന് വേണ്ടി ടാക്സി ഓടിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഇന്നോവ ക്രിസ്റ്റയും മെർസിഡീസ് ബെൻസും BMW എല്ലാം മാറി മാറി ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെയും അതുപോലെ തന്നെ മൈലേജ് മാർക്കറ്റിംഗിലൂടെയാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഷാഫിനോട്, അയാൾ വെറുതെ തള്ളിട്ടെന്നാണ്, അയാൾ ഈ ബെൻസും BMW ഇന്നോവ ക്രിസ്റ്റയും ഒന്നും ഇല്ല, പിന്നെ അയാൾ KSRTC വന്ന് ഇറങ്ങിയിട്ടായിരിക്കും. എന്നോട് അതൊന്നല്ല, വണ്ടി ഉണ്ട്, വണ്ടി താഴെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വണ്ടി കണ്ടിട്ടേ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പ്രോഗ്രാമിലൂടെ അങ്ങനെ മൂപ്പർ എക്സ്പീരിയൻസ് പറഞ്ഞു. എക്സ്പീരിയൻസ് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കൊടുക്കുന്ന പൈസക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ബിസിനസിന്റെ മാത്രം പ്രത്യേകത, ഞാൻ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും കേട്ടിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ ബിസിനസ്സിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, കൊടുക്കുന്ന പൈസക്കുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നത്. നമ്മളൊരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 14,000 റുപ്യന്റെ പ്രൊഡക്റ്റ് എന്താക്കുന്നുണ്ട് നമുക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ 1 റുപ്യ പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോ ഞാൻ വിചാരിച്ച കാര്യം വെച്ചാൽ 10,000 റുപ്യ ഞാനിപ്പോ മുടക്കിയിട്ടുണ്ടെങ്കിൽ 14,000 റുപ്യന്റെ പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ നഷ്ടം ഉണ്ടാവും? ഒരിക്കലും ഇല്ല. രണ്ടാമത് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്. നല്ലതാണെങ്കിൽ മാത്രം അതിന് ഇഷ്ടപ്പെടുക, ദെൻ റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്. എന്നിട്ട് മാത്രം അതിനെ മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. കാരണം ഇതിനു മുമ്പേ കേട്ട കമ്പനിയല്ലോ എവിടുന്നോ ആരോ കാച്ചി കുറുക്കിണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നല്ല ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോ ഇത് കൂടെ പറഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെട്ട്. ഇപ്പൊ പ്രൊഡക്റ്റ് എടുക്കാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ പാടനെ വണ്ടി കാണാൻ വേണ്ടി പോയി. ഇത് ഈ ലീഡർ കുറെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ എന്തായാലും 3 വണ്ടിയൊന്നും എടുത്തിട്ട് പ്രോഗ്രാമിന് വരില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വണ്ടി കണ്ടാൽ മതി. അപ്പൊ താഴെ പോയി അവിടുന്ന് വണ്ടി കണ്ടു. വണ്ടി നോക്കുമ്പോൾ ഒരു BMW ഇങ്ങനെ നിർത്തിയിട്ട്, ഒരു നീല BMW ആണ്, KL 72 രജിസ്ട്രേഷൻ. അപ്പൊ വണ്ടി വണ്ടി കണ്ടു, നോക്കുമ്പോൾ 72 ആണ് രജിസ്ട്രേഷൻ. അപ്പൊ അന്നേരം തന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ തരില്ല. അന്നേരം തന്നെ ഞാൻ ഷാഫിനോട് പറഞ്ഞു, ഷാഫി ഇത് മൂപ്പര് വാടക എടുത്തിട്ട് വന്നായിരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നല്ല, മൂപ്പര തന്നെ വണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, വാടക എടുത്ത് വന്നു തന്നെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഇനി എന്താക്കിയോ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. അപ്പൊ ഗൂഗിളിൽ പരിവാൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. പരിവാൻ എന്ന് പറയുന്ന സൈറ്റിൽ അടിച്ചു നോക്കിയ സമയത്ത് എനിക്കൊരു പേര് കാണാൻ വേണ്ടി പറ്റി. ആ ഒരു പേര് അന്ന് കേട്ട സമയത്ത് എനിക്ക് വലിയ വികാരമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഇന്നെനിക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര വികാരം തോന്നും. കാരണം ഇത് വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് കമ്പനീന്റെ തന്നെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മട്ടത്തിൽ സുകുമാരൻ പ്രസാദ്, MS പ്രസാദ് സർ ആയിരുന്നു. അത് വയനാട് സ്വദേശിയായിട്ടുള്ള. എനിക്ക് അന്ന് മനസ്സിലായി മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ എന്താ പറയാ, എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെങ്കിൽ ഷാഫിനെ നിർത്തിക്കാൻ വന്നതാണല്ലോ. അപ്പോ ഞാൻ അപ്പാട് സ്റ്റാർട്ട് ചെയ്താൽ മോശമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. അന്നേരം തന്നെ നെഗറ്റീവ് അടിച്ചത്. അങ്ങനെയല്ല ഇങ്ങനെയല്ല നമ്മൾ കുറച്ച് പിന്നെ നെഗറ്റീവ് അടിച്ചു. അങ്ങനെ തിരിച്ച് ഹോളിലേക്ക് കയറി കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്ന ലീഡർ അന്ന് DTC ലീഡർ ആയിരുന്നു. ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്നും വർക്ക് ചെയ്യുന്ന ഗ്രീൻ ലീഡർ, എന്റെ ഗ്രീൻ ലീഡർ മെൻറ്റർ ആൻഡ് മോട്ടിവേറ്റർ ആയിട്ടുള്ള റെനിലാൽ സാർ ആയിരുന്നു അത്. അപ്പൊ പുള്ളിക്കാരനാണ് അന്ന് അവിടുന്ന് കാര്യങ്ങൾ ക്ലിയർ. അപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര ആവേശത്തിൽ 2,10,000 എല്ലാം കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ പുള്ളിക്കാരന് ആഴ്ചയിൽ 2,10,000 ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പുള്ളിക്കാരന്റെ അക്കൗണ്ടിൽ മാത്രമല്ല, പുള്ളിക്കാരന്റെ കൂടെ വന്ന ഏകദേശം 100 ആളുകളുടെ അക്കൗണ്ടിലേക്ക് 2,10,000 മേടിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന് ആ ഒരു ലീഡർ, നാഷണൽ ടീം കോർഡിനേറ്റർ എന്നും പറയുന്ന ഗ്രീൻ ലീഡർ റെനിലാൽ സാർ ആയിരുന്നു അത്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആവേശം കണ്ടു കഴിഞ്ഞാൽ 2,10,000 കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയണമെന്നല്ലട്ടാ. അന്ന് എന്നോട് പുള്ളിക്കാരെ മൂപ്പർക്ക് 2,10,000 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വിചാരിച്ചത് മൂപ്പർക്ക് 2,10,000 കിട്ടുന്നുണ്ടെന്നല്ല. കാരണം എന്താ, അയാൾ ആവേശം കണ്ടിട്ടാണ്. അപ്പോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് 2,00,000 നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കണം അവർക്ക് 2,10,000 കിട്ടുന്നുണ്ടെന്നല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2,10,000 കിട്ടുന്ന സമയത്ത്, അതായത് 2,10,000 നിങ്ങൾക്ക് അക്കൗണ്ടിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ലെവലിലേക്ക് നിങ്ങൾ ആക്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ കിട്ടാത്ത സമയത്ത് നിങ്ങൾ എന്താക്കണം, 2,10,000 കിട്ടുന്ന ഒരാൾ ആവേശമായിരിക്കണം. എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞാൽ എനിക്ക് 2,10,000 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ ബിസിനസ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് എന്തായിരിക്കണം, 2,10,000 കിട്ടുന്ന ഒരാൾ ആവേശമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. മൈലേഷ്യൽ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2,10,000 കിട്ടുമല്ലോ. കാരണം നിങ്ങൾ ഒരുപാട് ലീഡേഴ്സിന് അങ്ങനെയുള്ള കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താക്കുക, 2,10,000 കിട്ടിയവന്റെ മനോഭാവത്തിലായിരിക്കണം നിങ്ങൾ എന്താക്കേണ്ടത്, മൈലേഷ്യൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ അന്ന് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലായി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി കൃത്യമായിട്ട് എന്റെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് അന്ന് അവിടുന്ന് ഇറങ്ങി. അതിനുശേഷം ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കാണാൻ വേണ്ടി തുടങ്ങി. അന്ന് ആ സമയത്ത് മൈലേഷ്യൽ മാർക്കറ്റിംഗിന്റെ യൂട്യൂബിലുള്ള വീഡിയോ അല്ല കണ്ടത്,
എന്താ പറയാ നോർമലി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എങ്ങനെ ഏറ്റെടുക്കണം, അതുപോലെ തന്നെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് അവിടുന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ള 2 വീഡിയോ ഞാൻ കണ്ടു. ഒന്ന് സജീവ് നായർ എന്ന് പറയുന്ന ഒരാളെ വീഡിയോ, രണ്ടാമത്തത് ഇന്ത്യൻ MLM ഗുരു എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ അത് ആ വീഡിയോ. ഇവര് രണ്ടാളും വർക്ക് ചെയ്യുന്നത് മൈലേഷ്യൽ മാർക്കറ്റിംഗിലല്ല. പക്ഷെ ഇവര് രണ്ടാളും പറഞ്ഞു തന്ന കുറച്ച് പോയിന്റ്സ് എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അതായത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു വെച്ചാൽ 5P ആണ്, 5 Pകൾ. അതിൽ ഒന്നാമത്തെ P എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഒരുപാട് കമ്പനികൾ ഞാൻ കേട്ടിട്ടുണ്ട്, എവിടുന്നോ ആരോ കാച്ചി കുറുക്കി ഉണ്ടാക്കിയിട്ട് എങ്ങനെയല്ലോ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വെൽനസ് ഉൽപ്പന്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ പ്ലാൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എവിടുന്നോ ആരോ കാച്ചി കുറുക്കി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം മൈലേഷ്യൽ മാർക്കറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇന്ന് ഇന്ത്യയിൽ തന്നെ പകരം വെക്കാനില്ലാത്ത ആയുർവേദ ആചാര്യൻ DB അനന്തനാരായണ സാറെ പോലെയുള്ള ഏകദേശം 40 സയന്റിസ്റ്റ് വിങ്ങിന്റെ മേൽനോട്ടത്തിൽ മാത്രമല്ല ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ആയുർവേദത്തിന് കിട്ടാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പരമോന്നമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, യെസ്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള, മാത്രമല്ല 2019, 2022, 2024 ഒക്കെ എന്താ പറയുക ഈ ലോകത്തിന് ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കിട്ടിയിട്ടുള്ള, അതായത് എക്കണോമിക് ടൈംസിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കിട്ടിയിട്ടുള്ള എലമെന്റ്സ് പോലെയുള്ള, ഓണാനോട് പോലെയുള്ള, മൈ ഹോം ന്യൂസ്റ്റാർ ആഹാർ എന്ന് പറയുന്ന 5 വിഭാഗത്തിലുള്ള 5 എന്താ പറയാ 5 ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള എനിക്ക് മനസ്സിലായി. അല്ലാണ്ട് എന്താ പറയാ ആരോ കാച്ചി കുറുക്കി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം മാർക്കറ്റ് ചെയ്യുന്നുള്ളതും എനിക്ക് മനസ്സിലായി. അപ്പൊ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. മാത്രമല്ല കമ്പനി പറഞ്ഞൊരു കാര്യം നമ്മളോട് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് തോന്നുന്നു, നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് ആണ്. ഈ കമ്പനീന്റെ പ്രൊമോട്ടേഴ്സ് ആരാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആരോ 10,000 റുപ്യ വെച്ചിട്ട് തുടങ്ങിയ കമ്പനി എല്ലാം മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്നുള്ള എനിക്ക് മനസ്സിലായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കമ്പനീന്റെ MDന്റെ മോന്റെ കല്യാണം, ഏതാ കല്യാണം? റോൾസ് റോയ്സിലെല്ലാണ് എന്നിട്ട് ഇറങ്ങുന്നത്. അതായത് പെണ്ണ് വന്ന് ഇറങ്ങുന്നത് റോൾസ് റോയ്സിലാണ്. റോൾസ് റോയ്സ് അറിയാലോ, റോൾസ് റോയ്സ് വേണമെങ്കിൽ ആ മുതലാളിന്റെ ഒരു റേഞ്ചിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, വേറൊന്നും വേണ്ട. അപ്പൊ അന്നേരൊക്കെ മനസ്സിലായി ചന്ദൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ റെയിൽവേക്ക് ഊണ്ടായിക്കാരനൊക്കെ ഇരുമ്പൂര് സപ്ലൈ ചെയ്യുന്ന ടീമാണ് മഹാവീർ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ ഓൾറെഡി കോടിക്കണക്കിന്, അതായത് ആയിരക്കണക്കിന് കോടികൾ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് മഹാവീർ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മഹാവീർ ഇന്ത്യ ആണ്. അപ്പൊ ഓൾറെഡി കോടികളുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രോജക്ട്, അതായത് മൈലേഷ്യൽ എന്ന് പറയുന്ന പ്രോജക്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് പില്ലേഴ്സിനെ പ്രൊമോട്ടേഴ്സിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനിയിൽ വന്നതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് എനിക്ക് മനസ്സിലായി. മൂന്നാമത്തെ കാര്യമാണ് പ്ലാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല കമ്പനികളും ഇന്ന് ഇന്ത്യയിലുണ്ട്. പ്ലാന് ഒരു പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അതായത് എന്നോട് പല കമ്പനിയിലുള്ള ആളുകൾ വന്നിട്ട് പ്ലാൻ പറയാറുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ആ സമയത്ത് എനക്കെന്നെ മനസ്സിലാവില്ല ഇതെന്താ സംഭവം, പറയാൻ ഒരിക്കും തിരിവില്ല ഇതെങ്ങനെ പറയണം എന്നുള്ളത്. കാരണം അത്രയും കോംപ്ലിക്കേഷൻ ഉള്ള പ്ലാനാണ് പല കമ്പനികളുടെ പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ മൈലേഷ്യൽ മാർക്കറ്റിംഗിന്റെ പ്ലാൻ അങ്ങനെയാണ് ഒരിക്കലും അല്ല, മറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാനാണ്, എന്നാൽ വളരെ പവർഫുൾ ആണ്. മറ്റേ ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട് ജാവ വളരെ സിമ്പിൾ ആണ് എന്നാൽ പവർഫുൾ ആണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്, എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനുമാണ് നമ്മുടെ മൈലേഷ്യൽ മാർക്കറ്റിംഗ് പ്ലാൻ. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരിക്കടക്കം പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാനാണ്. എന്ത്? നമ്മുടെ കൂടെ 2 ആളുകൾ കടന്നു വരുന്നത്, ഒരാൾ 10,000ന്റെ പ്രോഡക്റ്റ് എടുക്കുന്നത്, രണ്ടാമത്തെ ആള് 10,000ന്റെ പ്രോഡക്റ്റ് എടുക്കും. നമുക്ക് എത്ര വരുമാനം കിട്ടും? 1,200 രൂപ വരുമാനം കിട്ടും. 10,000 BVന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ. മാത്രമല്ല നമ്മളിപ്പോൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത്, അത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ലാഭം നമുക്ക് കിട്ടുന്നത്. ഇതാർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കടക്കം പറയാൻ വേണ്ടി പറ്റും. എന്നാൽ ഇത്രയും, അതായത് 450 രൂപ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് 400 രൂപയെങ്കിലും വരുമാനം, അതായത് 400 രൂപയെങ്കിലും ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അത്രയും നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത് കൊണ്ട് നമുക്ക് വളരെയധികം എന്താ പറയാ അഭിമാനിക്കാം. മൂന്നാമത്തെ കാര്യമാണ് പ്ലാൻ എന്ന് പറയുന്നത്. അത്രയും നല്ലൊരു പ്ലാൻ ഉള്ള ഒരു കമ്പനിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേഷ്യൽ മാത്രമാണ് നല്ല കമ്പനി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ബെസ്റ്റ് കമ്പനി മൈലേഷ്യൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ നോക്കേണ്ടത് നല്ലതിൽ ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ നല്ലതിൽ ഏറ്റവും നല്ലൊരു കമ്പനി തന്നെയാണ് നമ്മുടെ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പേ ഔട്ട് ആണ്, കൃത്യമായിട്ട് വരുമാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമുക്കറിയാം ഇന്ന് പല കമ്പനികളുണ്ട്, ഇത്ര കൊടുക്കും അത്ര കൊടുക്കുന്നെല്ലാം പറയും, പക്ഷെങ്കിൽ കിട്ടിയാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ കൃത്യമായിട്ട്, അതായത് വരുമാനം കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുത്തിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ 2 ഓർഗനൈസേഷനിലും വരുമാനം മേച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3-ാമത്തെ ബുധനാഴ്ച KYC NEFT PAN ഇത് 3ഉം അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ 3-ാമത്തെ ആഴ്ച
കൃത്യമായിട്ട് വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ മൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഞാനിന്ന് അഭിമാനത്തോടു കൂടെ പറയുന്നു, 2 കൊല്ലത്തിന്റെ മുകളിലായിട്ട് ഒരാഴ്ച പോലും മുടങ്ങാണ്ട് എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് വരുമാനം മേടിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നുണ്ട്. അതിന് അൽഹംദുലില്ലാഹ് പടച്ചവന്റെ സ്തുതി പറയുന്നു. അതോടൊപ്പം തന്നെ എന്റെ ടീമിനോട് നന്ദി പറയുന്നു. അഞ്ചാമത്തെ കാര്യമാണ്, 4 കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു പേ ഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിലുള്ള ഒരു പ്രത്യേകത ഉണ്ട്. പ്ലാനിന് നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്ക് ISO സർട്ടിഫിക്കറ്റ്, അത്രയും നല്ലൊരു മാനേജ്മെന്റ് ആണ് നമ്മുടെ മാനേജ്മെന്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിലൊന്നും നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യമാണ് ടീം. നമുക്കറിയാലേ നല്ലൊരു നമുക്കറിയാലേ കുറ്റ്യാടിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാമോ? കുറ്റ്യാടിന്റെ പ്രത്യേകത ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല തേങ്ങ, അതായത് 1 കിലോ തേങ്ങ ആട്ടിക്കഴിഞ്ഞാൽ, അതായത് കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് വെളിച്ചെണ്ണ കിട്ടുന്ന നാടാണ് കുറ്റ്യാടി എന്ന് പറയുന്നത്. അപ്പൊ കുറ്റ്യാടി തേങ്ങക്ക് നല്ല പ്രത്യേകത ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കുറ്റ്യാടി തേങ്ങ കിട്ടിയെന്ന് വെക്കുക. കുറ്റ്യാടി തേങ്ങ നിങ്ങൾക്ക് ഒന്ന് നല്ല കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാക്കും നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഈ തേങ്ങ കുഴിച്ചിട്ട് നല്ല രീതിയിൽ ഒരു തെങ്ങാക്കി മാറ്റിയിട്ട് അതിന്റെ വില ഒരുപാട് എന്ത് പറിക്കണം, തേങ്ങ പറിക്കണം നിങ്ങൾ വിചാരിക്കുക. ഈ തേങ്ങ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിനുള്ളിൽ എന്താ പറയാ ഈ ടൈൽസിൽ കൊണ്ടുവച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ വലുതായി വലിയൊരു തെങ്ങായി അതിന്റെ തെങ്ങിന്റെ മുകളിൽ ഒരുപാട് തേങ്ങ ഉണ്ടാവുമോ? എന്നിട്ട് നിങ്ങൾക്ക് അത് വിൽക്കാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല. മറിച്ച് നിങ്ങൾ എന്താക്കുന്നത്, തേങ്ങ എടുത്തിട്ട് ഒരു പാറ പുറത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് അത് വലിയൊരു തെങ്ങായിട്ട് അതിന്റെ മേലെ ഒരുപാട് തേങ്ങകൾ ഉണ്ടാകുന്ന വലിയൊരു തെങ്ങായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റൂല. മറിച്ച് എന്തായിരിക്കണം, അത് കൃത്യമായിട്ടൊരു തട എടുക്കണം. അല്ലെ, തടന്നല്ലേ പറയാ, വലിയൊരു കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട എടുക്കണം. തട എടുത്തിട്ട് അതിലെന്താക്കണോ, ഈ തേങ്ങ പൊടിപ്പിച്ചതിന് ശേഷം ആ തടത്തിൽ വെക്കണം. എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴി എടുത്തിട്ട് അതിൽ വെക്കണം. അതിന് കൃത്യമായിട്ട് വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അല്ലെ, എന്നാല് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗിൽ. നല്ല കമ്പനി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടോ നല്ല പ്ലാൻ ആയതുകൊണ്ടോ നല്ല പേ ഔട്ട് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നില്ല. മറിച്ച് നമ്മൾ എത്തിപ്പെട്ടത് നല്ലൊരു ടീമിലായിരിക്കണം. നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നിങ്ങൾ നല്ലൊരു ടീമിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലേ, നേരത്തെ തേങ്ങക്ക് എന്ത് കൊടുക്കണം, തേങ്ങക്ക് കൃത്യമായിട്ട് വെള്ളവും വളവും കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ബിസിനസ്സിൽ ഡയറക്റ്റ് സെല്ലിംഗിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രെയിനിങ്ങും പ്രോഗ്രാമും നമുക്ക് കിട്ടണം. വെള്ളവും വളവും പറഞ്ഞ പോലെ തന്നെയാണ് ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും. അപ്പൊ കൃത്യമായിട്ട് ട്രെയിനിങ്ങും പ്രോഗ്രാമും തരുന്ന ഒരു ടീമിലാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെട്ടിട്ടുള്ളത്. ടീം AIG എന്ന് പറയും. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ബെന്നി സാറൊക്കെ നയിക്കുന്ന AIG എന്ന് പറയുന്ന ഒരു ടീമിലാണ്. അതിൽ തന്നെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് നിങ്ങളുടെ ടീമിലുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്റെ ടീമിൽ കഴിഞ്ഞ ദിവസം മോർണിംഗ് മീറ്റിൽ വന്ന 2 ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഉമ്മർ ഉസ്താദും രണ്ടാമത് നമ്മുടെ ലീഡർ അയ്യൂബ് സാറും. 2 ലീഡേഴ്സും എന്റെ പേഴ്സണലി എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ലീഡേഴ്സ് ആണ്. നിങ്ങളൊക്കെ അഭിമാനത്തോട് കൂടെ പറയും, ഇങ്ങനെയുള്ള പവർഫുൾ ലീഡേഴ്സിലുള്ള ഒരു ടീമിലാണ് നിങ്ങൾ എത്തിപ്പെട്ടതെന്നുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ ശക്തമായിട്ട് ഏറ്റെടുക്കാൻ പറ്റും ഈ ഒരു ബിസിനസ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ കുറച്ച് സ്ലൈഡ് അല്ല, കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനെ കൊണ്ട് പ്രശ്നമില്ലല്ലോ അല്ലെ. ഇതുപോലെ കുറെ ബെറി പേങ്ങളെ ജ്യൂസാണ്. ഇതുപോലെ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്നതാണ്. അതിൽ എന്തെല്ലാം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഫ്രോസൺ ബെറി, ബ്ലാക്ക് ബെറി എന്ന് പറയുന്ന സംഭവം. ബ്ലാക്ക് ബെറിക്ക് 1 കിലോന് എത്ര പൈസ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. 1250 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആണ് ഇത്. അതായത് ബ്ലാക്ക് ബെറിക്ക് പല സ്ഥലത്തും പല പ്രൈസ് ആണ്. 1250 രൂപയാണ് 1 കിലോന് എന്തിന് പൈസ വരുന്നത്, ബ്ലാക്ക് ബെറിക്ക് പ്രൈസ് വരുന്നത്. അടുത്ത സാധനമാണ് റാസ്ബെറിക്ക് റെഡിക്ക് 100 ഗ്രാമിന് 450 രൂപ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ബെറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോ ഈ ഇത്രയും ബെറി പഴങ്ങൾ കഴിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് നമ്മൾ എന്താക്കും, ഈ ഒരു ദിവസം നമ്മൾ ഈ ഒരു സംഗതി കുടിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് 95 കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ബെറി പഴങ്ങൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഓരോ ബെറി പഴങ്ങളും മേടിച്ചിട്ട് ഓരോ കിലോ വെച്ച് മേടിച്ചാൽ മതി. ഓരോ കിലോ വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30,000 റുപ്യനെല്ലാം മുകളിലാവും. ഇത് നമ്മളെ കമ്പനിയിലെ ഈ അതായത് 95 ഉപയോഗിക്കുന്ന ഓരോ ബെറി 12ഓളം ബെറി പേങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോ ഒരു 6 7 ബെറി പേങ്ങളെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള 12ഓളം ബെറി പേങ്ങൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 30,000 റുപ്യന്റെ മേല, ഓരോ കിലോ വെച്ച് മേടിക്കുകയാണെങ്കിൽ 30,000 റുപ്യന്റെ മേല നമുക്ക് പ്രൈസ് വരും. എന്നിട്ട് രാവിലെ എന്താക്കണം, ഈ ഓരോ ബെറീസും എടുത്തിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പണിയുണ്ട്. പക്ഷെ ഇത്രയൊന്നും പണിയില്ല. നമ്മൾ ദിവസം രാവിലെ ഒരു 95 മേടിക്കുക, അതിന് വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ ഉള്ളൂ, 4000 സംതിങ് റുപ്യ. അപ്പോ റെഡിക്ക് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ മേടിക്കുമ്പോൾ 30,000 റുപ്യന്റെ മേലെ ആവും. പക്ഷെ നമ്മൾ ഒരു ദിവസം ഇത്രയും ബെറി പേങ്ങൾ കഴിച്ചതിന്റെ എഫക്ട് എന്താവും, ഒരു ദിവസം ഒരു 95 വെച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ബെറി പേങ്ങളെ
ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ ഇങ്ങനെ വലിയ വലിയ സിനിമാ നടന്മാരോ അതുപോലെ തന്നെ വലിയ വലിയ ആളുകളൊക്കെ കഴിക്കുന്ന സാധനമാണ് ബെറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ രോഗങ്ങളും നമ്മളെ ശരീരത്തിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡീനെ പ്രാപ്തമാക്കുന്ന ഒരു പ്രൊഡക്റ്റ് സംഗതിയാണ് ഇത് ബെറീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് 95 എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ 95 വളരെ പൈസ കുറവാണ്. ഒരു മിനിമം ഒരു 20,000 റുപ്യെങ്കിലും 95 ഉണ്ടെങ്കിലേ അതിനൊരു പവർ എന്ന് പറയുന്ന സാധനമുള്ളൂ. 4,000 റുപ്യക്ക് ഭയങ്കര ലാഭമാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും പൈസ കുറവാണ്. എനിക്ക് പറഞ്ഞാൽ പൈസ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ നമ്മുടെ സമയമായിട്ടുണ്ട്, 33 ആയിട്ടുള്ളൂ. എന്റെ കുറച്ച് അച്ചീവ്മെന്റ്സും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബിസിനസ്സിലൂടെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു അർഫൈന്റെ V3 എന്ന് പറയുന്ന ഒരു ബൈക്കാണ്. പക്ഷെ ഈ ഒരു ബൈക്കും വന്ന് തന്നെ 2 പ്രാവശ്യം ആക്സിഡന്റ് ആവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു അച്ചീവ്മെന്റ് ആയിട്ടല്ല പറയുന്നത്, 2 പ്രാവശ്യം ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആക്സിഡന്റ് ആയ സമയത്ത് എന്നോട് എന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇനി വണ്ടി കൊടുത്താൽ, അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു വണ്ടി കൊടുത്താൽ. അങ്ങനെ ഈ വണ്ടി കൊടുത്തു. അതിനുശേഷം ഞാൻ അനിയൻ എടുത്തു കൊടുത്തൊരു സ്കൂട്ടി ഉണ്ട്. അപ്പൊ അതും കൊണ്ടായിരുന്നു വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അൽഹംദുലില്ലാ കഴിഞ്ഞ മന്ത് നമ്മുടെ ഹൂണ്ടായിന്റെ ഒരു വെന്യൂ എന്ന് പറയുന്ന ഒരു വണ്ടി എനിക്ക് ഒരു ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. മാത്രമല്ല ഈ വണ്ടി അച്ചീവ് ചെയ്ത കഴിഞ്ഞ് പിറ്റത്താഴ്ച തന്നെ, അതായത് നോർമലി നമ്മളൊരാൾ വണ്ടി എടുത്താൽ അറിയായിരിക്കും ചെലവിലൊന്ന് ചുരുക്കി പിടിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെലവ് ചുരുക്കി പിടിക്കുകയല്ല ചെയ്തത്, ചെലവ് കൂട്ടുകയാണ് ചെയ്തത്. കാരണം പിറ്റത്താഴ്ച തന്നെ ഞാനൊരു ഫോൺ എടുത്തു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണിന്റെ 16 ആ ഒരു ഫോൺ എന്നാണ് ഇപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16 ഞാൻ ഈ ഒരു ബിസിനസ്സിലൂടെ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്റെ ഒരു മന്തിലുള്ള ഇങ്കാണ്, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 569 വീക്കിൽ 23,749 രൂപ. അത് കഴിഞ്ഞ് 570 വീക്കിൽ 16,314 രൂപ. അത് കഴിഞ്ഞ് 571 വീക്കിൽ 26,138 രൂപ. അത് കഴിഞ്ഞുള്ള പിറ്റത്താഴ്ച 21,394 രൂപ. എന്ന് പറഞ്ഞാൽ ഏകദേശം 80,000 റുപ്യന്റെ മുകളിൽ ഒരു മന്ത് വരുമാനം എനിക്ക് ആ മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുമാനമാണ്. 587 വീക്കിൽ 24,490 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 488 വീക്കിൽ 74,358 രൂപ. എന്ന് പറഞ്ഞാൽ ആ മന്ത് എനിക്ക് ഏകദേശം ഒരു 1,35,000 മുകളിൽ 1,35,000 മുകളിൽ വരുമാനം മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കൃത്യമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കി കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റിയുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ ബിസിനസ്സിൽ മനസ്സിലാക്കുക, കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് മാത്രം എന്താക്കുക, കൃത്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക മാത്രം പറയുന്നു. അതുപോലെ തന്നെ ലീഡേഴ്സ് ഒക്കെ പറയൂലേ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുക്കുന്ന നിങ്ങളോട് പറയും. പക്ഷെ സത്യം പറഞ്ഞാല് എന്തിനായിരിക്കും നിങ്ങളോട് കുറച്ച് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ കുറെ റീറ്റെയിലിന്റെ സംഗതികൾ കാണിച്ചു. 22,000 റുപ്യക്ക് ഒരു ദിവസം റീറ്റെയിൽ ചെയ്ത് കാണിച്ചു. ഞാൻ വെറും 10,000 റുപ്യക്ക് പ്രൊഡക്റ്റ് എടുത്തിട്ടാണെങ്കിൽ എനിക്ക് 22,000 റുപ്യക്ക് ഒരു ദിവസം വിൽക്കാൻ പറ്റുമോ? ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. കാരണം ഒരു 5,000 റുപ്യ ഒരു 10,000 റുപ്യന്റെ മാത്രം പ്രൊഡക്റ്റ് എടുത്തൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ എന്റെ ഒരു മെന്റാലിറ്റി ഞാൻ ഒരു 1,000 റുപ്യന്റെ പ്രൊഡക്റ്റ് ഒരു 5,000 റുപ്യന്റെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1,000 റുപ്യന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാജാവ് എന്നുള്ളത് എന്റെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ നേരെ വെച്ചിട്ട് അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമ്മളൊരു 50,000 60,000 അല്ലെങ്കിൽ 1,00,000 റുപ്യന്റെ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അളവിലേക്ക് സംസാരിക്കുന്നത് വെച്ചാൽ കൃത്യമായിട്ട് പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ച ആളുകളോടാണ്. ഒരു 50,000 ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 5,000 റുപ്യന്റെ പ്രൊഡക്റ്റ് വിറ്റാൽ നമ്മളൊരു വലിയൊരു സംഭവം നമുക്ക് തോന്നൂല. നമ്മുടെ സംഭവം തന്നെയായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നൂല. അപ്പൊ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മെന്റാലിറ്റി മാറ്റിയെടുക്കും. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മെന്റാലിറ്റി മാറും. നമ്മൾ നല്ല രീതിയിലേക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പൊ പിന്നെ ഹോം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റീറ്റെയിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ലെവലിലേക്ക് നിങ്ങൾ വളരെ ശക്തമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, വളരെ ശക്തമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടീം എത്രയും പെട്ടെന്ന് നിങ്ങൾ ടീം സെറ്റ് ആക്കുക. മാക്സിമം പോയിട്ട് നിങ്ങളുടെ ഫാമിലീസിലും ഫ്രണ്ട്സിലും ഒക്കെ ഈ ബിസിനസ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം കഴിഞ്ഞ മന്ത് ഏകദേശം 1,30,000 അടുത്ത് വരുമാനം ഉണ്ട്. മാത്രമല്ല ഒരു 35,000 മുകളിൽ റീറ്റെയിൽ പ്രോഫിറ്റും കഴിഞ്ഞ മാസം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അറിയായിരിക്കും, റീജിയണൽ ടീം RTCR റാങ്ക് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഒരുപാട് തിരക്കുകളുള്ള റാങ്കാണ്. എന്നിട്ട് പോലും കൃത്യമായിട്ട് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഉമ്മർ പറയുന്നതൊക്കെ അല്ലെ റീറ്റെയിൽ ചെയ്ത കാര്യം, എവിടെ പോയിട്ട് ബീച്ചിൽ പോയിട്ട് പേസ്റ്റ് കൊടുക്കുന്ന കഥ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടീമിലേക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അത് അങ്ങനെയുള്ള റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ ശക്തമായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. മാക്സിമം നമ്മുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, ഏകദേശം സമയമായിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്തതാണ് കാസർഗോഡ് ജില്ലയിൽ. ആ റിസൾട്ടും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം ഞാൻ ഇൻഷാല്ല അതിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്കല്ല നിങ്ങളുടെ ഉമർ ഉസ്താദിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമർ ഉസ്താദ് നിങ്ങൾക്കൊക്കെ അത് പാസ് ചെയ്യും. ഉമർ ഉസ്താദ് എപ്പം പറയാനുള്ള കാര്യമാണ്, നമുക്ക് ഒരാൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടാണ്. കാരണം എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. അപ്പോൾ ഉമർ ഉസ്താദിന്റെ ഒരുപാട് വീഡിയോ കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. കാരണം ഞാൻ അതെന്റെ ടീമിലേക്ക് എനിക്ക് എത്തിച്ചു കൊടുക്കാനോ അവർക്കത് മനസ്സിലാക്കിയിട്ട് ആ വീഡിയോ
കണ്ടിട്ടാണ് എന്നോട് ഒരാൾ ഇപ്പൊ കാസർഗോഡ് ജില്ലയിലുള്ള ഒരാൾ എന്നോട് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ളത്. എങ്ങനെയാ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് നല്ല പ്രായമുണ്ട്, ഏകദേശം ഒരു 70-80 വയസ്സിന്റെ അടുത്തുണ്ട്, 70-80 ഇടക്ക് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരന് കൈ ഇങ്ങനെയാണ് കൈ ഉള്ളത്, കൈ മടങ്ങുകയില്ല, നീക്കുകയില്ല, ജോയിന്റ്സ് ഒന്നും ഇങ്ങനെ മടക്കാൻ വേണ്ടി പറ്റൂല, മേലും കൈയും മൊത്തം വേദനയാണ്. പല സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ കോഴിക്കോടൊക്കെ വന്ന് മൂപ്പര് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അടുത്ത് തന്നെ, അതായത് കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന് പറയുന്ന സ്ഥലമാണ്. ഉപ്പള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കർണാടകയാണ്. അപ്പോ കർണാടകയിൽ നമുക്കറിയാലേ, ഇവിടെ മാംഗ്ലൂര്, മംഗലാപുരത്ത് ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്, അവരൊക്കെ പോയി കാണിച്ചതാണ്. അപ്പോ മൂവരോട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നിക്കുണ്ടെങ്കിൽ സർജറി ചെയ്യണമെന്നും, രണ്ടാമത് അതായത് ഇത് മാറണമെങ്കിൽ ഒന്നിക്കണ്ട സർജറി ചെയ്യണം. സർജറി ഇത് നമുക്കറിയാം ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ, സർജറി കഴിഞ്ഞാൽ മാറിക്കിട്ടെ. രണ്ടാമതൊരു ഓപ്ഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാല്, ഏകദേശം 70 വയസ്സിന്റെ ഇടക്ക് പ്രായമുണ്ട്. ഇപ്പോ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ ബെഡ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, കാക്ക നിങ്ങൾക്ക് അത്യാവശ്യം പ്രായമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി ഇറക്കേണ്ട പ്രായമല്ല, അതുകൊണ്ട് ശരിയായി എന്തായിക്കൊള്ളുക, കിടക്കയിൽ കിടന്നോളുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം മനസ്സിലാക്കിയല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേട്ടാ. ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം അതാണ് അല്ലേ. കാരണം അത്യാവശ്യം പ്രായമുണ്ട് പുള്ളിക്കാരനാണ്. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ മൂപ്പർക്ക് ഇത് രണ്ടും താല്പര്യമില്ല, വീട്ടിൽ കിടക്കാനും താല്പര്യമില്ല, എന്താ പറയാ ഓപ്പറേഷൻ ചെയ്യാനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പുറത്തൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷെ ഇപ്പൊ ഏകദേശം 6-8 മാസത്തോളായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്കാണ് ഞാൻ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തത്, ഞാൻ പറഞ്ഞ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം എന്താ, എന്തായാലും മാറുന്ന നമുക്ക് ഒരു പ്രൊഡക്റ്റും കൊടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഏകദേശം 8000 സംതിങ് റുപ്യ പ്രൊഡക്റ്റ് ആണ് കൊടുത്തത്. 95, പിന്നെ അതുപോലെ തന്നെ ഇത് നോവേദന ക്യാപ്സ്യൂള്, നാറ്റ്സിൻ ക്യാപ്സ്യൂള്, ചാമ്പി തൈലം, ഇങ്ങനെയുള്ള 4 പ്രൊഡക്റ്റ് ആണ് ഞാൻ കൊടുത്തത്. ഏകദേശം 8000 റുപ്യ അടുത്ത് വരുന്നുണ്ട് പ്രൊഡക്റ്റിന്. അപ്പോ പിന്നെ വെൽഹാർട്ടും, ഇത്രയും പ്രൊഡക്റ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യം ഞാൻ പോയി പ്രൊഡക്റ്റ് കൊടുത്തു വന്നു. ഫസ്റ്റിലത്തെ മാസം കയ്യാൻ നോക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെ. എന്നോട് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട്, വേദനയൊക്കെ എല്ലാം കുറവുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാ ചെറിയ മാറ്റം ഉണ്ടാവും, ചാമ്പി തൈലം ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. നോർമലി നിങ്ങളോട് ഇങ്ങനെ വേദന പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാ, ചാമ്പി തൈലം മാത്രം കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പൈസ കൂടുതലല്ലേ, 8000 റുപ്യ എങ്ങനെ ഓരോന്ന് വാങ്ങുന്നത് നമ്മളെ ചിന്ത ഉണ്ടോ. പക്ഷെ ഞാൻ ഇത് കൃത്യമായിട്ട് ഇത്രയും പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്ത് പൈസ മേടിക്കുകയും ചെയ്തു. കാരണം എന്താ, ഞാൻ ആകെ 30-40 രൂപ കുറച്ച് കൊടുത്തത്. നിങ്ങൾ വിചാരിക്കും കണ്ണിച്ച് വരില്ല എനിക്ക്, അങ്ങനെയല്ല, നമ്മൾ അത്രയും കുറച്ച് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന് വാല്യൂ കൊടുക്കാത്ത രീതിയിലേക്ക് മാറിപ്പോകും. അപ്പോ അങ്ങനെ പ്രൊഡക്റ്റ് കൊടുത്തു, എന്താ പറയാ കൃത്യമായിട്ട് അത് മൂപ്പർ യൂസ് ചെയ്ത്. നമ്മൾ നോർമലി നമുക്ക് കൊടുക്കാൻ മടി, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് മൂപ്പർക്ക് ഓപ്പറേഷൻ ചെയ്താൽ അല്ലെങ്കിൽ എന്താക്കിയാലും ബെഡ് റെസ്റ്റ് എടുത്താൽ മാത്രമേ ഇതിന്, ബെഡ് റെസ്റ്റ് എടുത്താൽ മാറ്റം ഉണ്ടാവില്ല, നമുക്ക് ബെഡിൽ ഇങ്ങനെ കിടക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്യേണ്ട കേസാണ്, പക്ഷെ അത്രയും പൈസ മൂപ്പർ ചെലവാക്കണം, ഉറപ്പില്ല ഇത് മാറിക്കിട്ടുന്നുള്ളത്. നമുക്കറിയാം സർജറി ചെയ്യുമ്പോൾ നമ്മൾ സ്ഥാനത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. പറഞ്ഞാൽ എന്താ, സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും അവര് കാരണക്കാരല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം കൊടുത്തു. രണ്ടാമത്തെ മാസം ഞാൻ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോയി. ഈ പ്രൊഡക്റ്റ് രണ്ടാമതും പ്രൊഡക്റ്റ് കൊടുക്കണല്ലോ, കൊടുക്കാൻ വേണ്ടി പോയി. ഞാൻ വിചാരിച്ചത് മൂപ്പര് ആദ്യം ഞാൻ പോയ സമയത്ത് മൂപ്പര് വീടിന്റെ മുമ്പിൽ എങ്ങനെയല്ലോ പുറത്തിറങ്ങിയിട്ട് മൂപ്പര് ഇങ്ങനെ കുനിഞ്ഞിട്ടാണുള്ളത്. കൈ ഇങ്ങനെ മൂപ്പരെ മറ്റേ വീടിന്റെ മറ്റേ ഗിൽസിന്റെ മേലെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാളിങ്ങനെ താങ്ങിയിട്ട് ഇങ്ങനെ ആളിങ്ങനെ കാത്തു നിൽക്കുന്നതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എന്താ പറയാ, പുള്ളിക്കാരൻ രണ്ടാമത്തെ ദിവസം ഞാൻ കാണാൻ പോയ സമയത്ത് ഒരു സ്കൂട്ടി എടുത്തിട്ടാണ് ഞാളെ കൂട്ടാൻ വേണ്ടി വന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രയോ 8-9 മാസമായിട്ട് പുറത്തിറങ്ങാത്ത വ്യക്തി, ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ്, സ്കൂട്ടി എടുത്തിട്ട് പുറത്ത് ഞാളെ കൂട്ടാൻ വരണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഞാനും ഷംസി സാർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി, എടാ നമ്മളെ പ്രൊഡക്റ്റ് അല്ലേ മൂപ്പര് കഴിച്ചത്. കാരണം ഞാക്ക് തന്നെ അത്ഭുതമായി പോയി, അത്രക്കും ഭയങ്കര റിസൾട്ട് ആണ്. പിന്നെ ഞാളെയും കൂട്ടിട്ട് ഇവരെന്താക്കുന്ന, ഓരോരു വീട്ടിൽ കയറിയിട്ട് ഓർ പറയുന്ന, ഒരു കളരിയല്ല കളിക്കുന്ന, കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് എന്ന് പറഞ്ഞാൽ കൈയൊന്നും അനക്കാൻ പറ്റാതെ ഊരിയൊന്നും അനക്കാൻ പറ്റാത്ത വ്യക്തി ഇങ്ങനെല്ലാം കളിക്കുന്നത്. കാരണം മൂപ്പർക്ക് മൊത്തം മാറി കിട്ടി, മൂപ്പരെ കയ്യിൽ ഇങ്ങനെ മേക്കോട്ടേക്കൊക്കെ മടങ്ങുന്നുണ്ട്, മൊത്തം മാറി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ് എന്തായാലും ഒരു 4 മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാളാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ മാസം ഏകദേശം മൂപ്പർക്ക് ഒരു 10-12 റുപ്യന്റെ സാധനം കൊടുത്തു. മൂപ്പരെ കൂടെ പോയിട്ട് ഏകദേശം 22,000 റുപ്യന്റെ സാധനം ഞാൻ നേരത്തെ കാണിച്ചത് 22,000 റീറ്റെയിൽ. അത് ഒറ്റ ദിവസം ആകെ 2 മണിക്കൂർ മാത്രം റീറ്റെയിൽ. ഇതാണ് 22,000 റുപ്യ സംതിങ്ങിന്റെ റീറ്റെയിൽ. എന്തുകൊണ്ട് അങ്ങനെ റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ കൃത്യമായിട്ട് എന്താക്കണോ, വിളിച്ചു നോക്കണം. ഇപ്പൊ നോർമലി നമ്മൾ എന്താക്കും, ഒരു കഫനിൽ എല്ലാവരും പേസ്റ്റോ കഫനിൽ ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോരും. നമുക്ക് തന്നെ മടിയായത് രണ്ടാമത് വിളിച്ചു നോക്കുക, റിസൾട്ട് കിട്ടിക്കോ. നമ്മളെ മനസ്സിലുണ്ടോ അഥവാ റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ വെറുതെ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാവരുത്. മറിച്ച് എന്താക്കണോ, നമ്മൾ കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട്, ഇപ്പൊ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുക. അവരെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് വേറെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാ. കൂടുതൽ കാര്യങ്ങൾ ലെവലിലേക്ക് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ സംസാരിച്ചിട്ട് എന്താക്കുക, ഇവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാ. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, അവർക്ക് റിസൾട്ട് എന്തായാലും കിട്ടും. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ
പറയാ അവര് മുഖേന പിന്നെ നമുക്ക് കെയർ ഓഫ് റീറ്റെയിൽ നടക്കും. ഒരുപാട് റീറ്റെയിൽ നടക്കും. ചിലപ്പോൾ അവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവര് മുഖേന നമുക്ക് ഒരുപാട് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ ഫാമിലിയിലും അവരുടെ ഫ്രണ്ട്സിലും നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത് മറ്റൊന്നല്ല, ഈ ബിസിനസ്സിൽ വന്നതിനെ കൊണ്ട് മാത്രമാണ്. ഞാൻ എല്ലാ മീറ്റിങ്ങിലും നിങ്ങളുടെ മുമ്പേ നിങ്ങളുടെ എക്സ്പീരിയൻസ് കേട്ട ആൾക്കാരെ അറിയാം, ഒരു ഓട്ടോ പോലും വിളിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ വന്നതുകൊണ്ട് മാത്രമാണ്. വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു 3-4 മാസം കൊണ്ട് നാഷണൽ ടീം കൊണ്ടുവരുന്ന റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ RTC ആയിട്ടേ ഉള്ളൂ, പക്ഷെ വലിയ പ്ലാനിങ്ങും വലിയ സംഗതിയോട് കൂടി തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ടീമിലേക്ക് റീറ്റെയിലും റിക്രൂട്ട്മെന്റ് ഒക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 4 മാസം കഴിഞ്ഞാൽ പടച്ചവൻ ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ പടച്ചവന്റെ ഒരു ഇതും ഉണ്ടെങ്കിൽ, അതായത് ദൈവത്തിന്റെ ഒരു കരുണയുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 4 മാസം കൊണ്ട് റീജിയണൽ ടീം കോർഡിനേറ്ററിനും നാഷണൽ ടീം കോർഡിനേറ്ററിലേക്ക് എത്തുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ ആശംസയോട് നിർത്തുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് മൈലേഷ്യൽ മാർക്കറ്റിംഗ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.